ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ പ്ലം കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കിസ്മിസും കറുത്ത മുന്തിരിയും ചെറിയും ഈത്തപ്പഴവും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ട്സായിട്ട് ബദാം, അതേപോലെ തന്നെ കാഷ്യൂനട്ടും. ടൂട്ടി ഫ്രൂട്ടി മാത്രമാണ് അരക്കപ്പ് എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ 3 ടേബിൾ സ്പൂൺ വീതം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈത്തപ്പഴം ഒരു 4 എടുത്ത് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വരുന്ന മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്രൂട്ട്സും നട്ട്സൊന്നും താന്നു പോകാതിരിക്കാനാണ് നമ്മളങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതൊരു ക്ലീനായ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം പട്ട, ഒരു ചെറിയൊരു കഷ്ണം ജാതിക്കുരു ഉണ്ടോ. ജാതിക്കുരു ആ കറുത്ത കളറാണ്. അത് പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ആ ഒരു അടക്ക പോലെ കാണും. പിന്നെ അതിലേക്ക് 2 ഗ്രാമ്പും, പിന്നെ 2 ഏലക്കായ, ഒരു നുള്ള് ജിഞ്ചറിൻ്റെ പൗഡർ, അതായത് ചുക്കുപൊടി, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്ലീനായ ബൗളെടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് ഇത് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഒരു ഫോർക്കോ സ്പൂണോ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നമ്മുടെ മൈദയുടെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഇതിലേക്ക് നമ്മൾ 3 റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും, പിന്നെ ഇതിലേക്ക് പ്രത്യേകമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ്. ഹണി ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹണി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മുട്ടയുടെ തീരെ മണമൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഹണി കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തത്. അപ്പോൾ അത് അടിച്ചെടുത്ത ആ മിക്സിന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഈ 1 കപ്പ് മൈദ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കട്ടയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി 2 ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടും. ഇതിലേക്ക് ഞാൻ ഒരു ഓറഞ്ച് എടുത്ത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരാണ് ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കാരമൽ സിറപ്പാണ് മെയിനായിട്ട് അത് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ഇട്ടതുകൊണ്ടാണ് പിന്നെ ഇത് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കാരമൽ ചെയ്യുന്നത് കാണിച്ചു തന്നെ, ഓവറായിട്ട് കാണിക്കണ്ടല്ലോ കരുതിയിട്ടാണ്. അപ്പോൾ സമയവും കൂടിപ്പോവും. നന്നായിട്ട് അത് 2 ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് മൈദ പുരട്ടി വെച്ചത്, നട്ട്സും കൂടി പുരട്ടി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലെ മൈദ ഒന്ന് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ആക്കണ്ട. ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇതിൽ ഒരു 5 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതായിട്ട് ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഇറക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താ പറയുക, കാഷ്യൂനട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് താന്ന് പോകുമെന്നൊന്നും അറിയില്ല. താന്ന് പോയിട്ടില്ലെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ നടുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു രസം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. താന്ന് പോകാതിരുന്നാൽ നന്നായിരുന്നു. പിന്നെ ഇത് നമുക്ക് എനിക്ക് ഇത് കേക്ക് ബേക്കായി കിട്ടാനായിട്ട് 1.25 മണിക്കൂറാണ് കേട്ടോ എടുത്തത്. സാധാരണ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ മറ്റ് കേക്കിനേക്കാളും കൂടുതൽ സമയം എടുക്കും. മാഷാ അല്ലാഹ്, എനിക്കിപ്പോൾ അതാ കേക്ക് നന്നായിട്ട് പൊങ്ങി. ഇതൊന്നും താന്നു പോയിട്ടില്ല. നമ്മുടെ കാഷ്യൂനട്ടും ടൂട്ടി ഫ്രൂട്ടിയും ഒന്നും താന്നു പോയിട്ടില്ല. അപ്പം ഞാനിത് അത് പുറത്തെടുത്തതിന് ശേഷം തണുത്തിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അടിഭാഗത്തുള്ള ബട്ടർ പേപ്പറും നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ വളരെ ഈസി ആയ മെത്തേഡിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.